ഹായ് ഫ്രണ്ട്സ്, ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എമ്പുരാന്റെ ആഘോഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടില്ല. ബട്ട് നമ്മൾ മറന്നു, ചാനലുകൾ മറന്നു, എല്ലാം മറന്നു. പ്രശ്നത്തിന് പ്രത്യേകിച്ചും ഒരു സൊല്യൂഷനോ സോർട്ടിങ്ങോ നടന്നിട്ടില്ല. ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എന്ത് കാര്യമാണെങ്കിലും. സോ അതവിടെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ചാനലിനെ കുറച്ച് പേഴ്സണലി ഇമോഷണലി ആണ് കാണുന്നത്. സോ അതുകൊണ്ട് അതൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ റിഫ്ലക്ട് ചെയ്യുന്നു. സോ കുറെ ദിവസം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. നെക്സ്റ്റ് വിശേഷം എന്താ വെച്ചാൽ 25-ാം തീയതി ഏപ്രിലിൽ നമ്മളെ തുടരുന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവാൻ പോവാണ്. അപ്പം തുടരുന്ന് പറഞ്ഞ സിനിമയ്ക്കുള്ള ചില പ്രത്യേകതകൾ നമ്മുടെ പ്രതീക്ഷകൾ ഇനി പറയുന്നില്ല, നമ്മുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. തുടരും എന്ന സിനിമയുടെ പ്രത്യേകത തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. സോ നമ്മുടെ സ്വന്തം ലാലേട്ടൻ തരുൺമൂർത്തിനെ പോലത്തെ ഒരു യങ് ജനറേഷനിൽ വരുന്ന ഗംഭീരമായ രണ്ട് സിനിമകൾ ചെയ്ത ഡയറക്ടറെ കൂടെ ലാലേട്ടൻ വരുമ്പോൾ ഒരു സന്തോഷമാണ് ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻ്റ്ലി. പിന്നെ രജപുത്ര എന്ന് പറഞ്ഞ ഏറ്റവും നല്ല സിനിമകൾ മാത്രം തന്നിട്ടുള്ള പ്രൊഡക്ഷൻ ഹൗസ്. പിന്നെ റീസെന്റ് ട്രെയിലർ ഇറങ്ങിയപ്പോൾ നമുക്ക് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് സിനിമയുടെ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ ശോഭന കൊമ്പോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. സോ അങ്ങനെ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സിനിമ. ആ സിനിമ എന്നാൽ ഇവർ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്, ഈ പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ഹൈഡ് വെച്ചൊരു കാര്യമുണ്ട് ആ സിനിമയിൽ. നമ്മളൊരു ഫാമിലി ഡ്രാമ പോലെ തോന്നിപ്പിക്കുന്ന ആദ്യ കാഴ്ചയിൽ ഒരു നമ്മളതിന്റെ ഫോട്ടോസും കാര്യങ്ങളും കാണുമ്പോൾ വളരെ സാധാരണക്കാരായിട്ട് ലാലേട്ടനെ, പിന്നെ സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ ഇപ്പോൾ ഏത് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ സൂപ്പർ സ്റ്റാർ എടുക്കുമ്പോൾ ലാലേട്ടന് മാത്രം ഒരു പ്രത്യേകതയാണ്. ഈ ഒരു ക്യാരക്ടറിൽ ഒരു സാധാരണക്കാരന്റെ ഒരു ടാക്സി ഡ്രൈവറായ ക്യാരക്ടറിൽ കൊണ്ട് നിർത്തിയാലും നമുക്ക് ഓക്കെ അതാണ് അദ്ദേഹം എന്ന് തോന്നുന്ന ആ ഒരു പ്രത്യേകത ഉണ്ട് ലാലേട്ടൻ. നമ്മളത് വേറെ ആർക്കും അങ്ങനെ ഇല്ല. ഒരു നടനും വേറെ ഒരു ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ആ സ്റ്റാർഡത്തിലുള്ള ഒരാളെ പറ്റി പറയുകയാണെ. നമ്മൾ നെക്സ്റ്റ് ഫിലിമിൽ ഈ ഒരു സാധാരണക്കാരായിട്ട് നിർത്തുമ്പോൾ നമുക്ക് ഒരു അതിഭാവകത്വം തോന്നാത്ത ഒരു ഒറ്റ ലാലേട്ടൻ മാത്രമേ ഉള്ളൂ. സോ അങ്ങനെ ഒരു പ്രത്യേകത. എന്നാൽ ആ സിനിമ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഫാമിലി ഡ്രാമയല്ല എന്നുള്ള ഇതിന് ചില സൂചനകളും കാര്യങ്ങളൊക്കെ മുന്നേ വന്നിരുന്നു. ഇപ്പൊ ട്രെയിലർ ഇപ്പൊ ഇറങ്ങിയപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അതിലൊരു നമ്മൾ കാണുന്ന ഒരു സാധാരണ ഫാമിലി ഡ്രാമ അല്ല, അത് സംതിങ് ഉണ്ട് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ അതിന് മുമ്പേ ട്രെയിലർ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്കത് മനസ്സിലായ കാരണം ലാലേട്ടൻ ഇന്റർവ്യൂ എടുക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഭയങ്കര നെർവസ് ആയിട്ടാണ് ഇപ്പോൾ പോലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഏത് ഇന്റർവ്യൂ. സോ അദ്ദേഹത്തിന്റെ ആൻസേഴ്സ് ഒക്കെ പെട്ടെന്ന് ചില അബദ്ധങ്ങളും കാര്യങ്ങളും കയ്യിൽ നിന്ന് എപ്പോഴും പോകുന്നതാണ്. സോ ഭരദ്വാജ് രംഗനായിട്ട് കൊടുത്ത ഇന്റർവ്യൂവിൽ സംസാരിക്കും. സോ അദ്ദേഹത്തിന് കയ്യിൽ നിന്ന് വിട്ടുപോയ കാര്യമാണ് തുടരും മോറിലേക്ക് ദൃശ്യം കൈൻഡ് ഓഫ് മൂവി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ, മേ ബി ശ്രദ്ധിച്ചോ അറിയില്ല. Even my next film, Thudurum, is a new director for me. But they have done it very brilliantly. It's a very like a Drishyam kind of thing. തുടരും മോറിലേക്ക് ദൃശ്യം കൈൻഡ് ഓഫ് മൂവി എന്ന് അദ്ദേഹം പറഞ്ഞു. സോ അത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് നമ്മൾ കേട്ട റൂമറുകളൊക്കെ ശരിയാണ്. ഇത് വെറും ഒരു സാധാരണ ഫാമിലി ഫീൽ ഗുഡ് മൂവി അല്ല, ഇതിലുണ്ട് സംതിങ്. അതിനുശേഷം ട്രെയിലറും കൂടി വന്നു. സോ അതിൽ ഉണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ ഉള്ള വക ആ സിനിമയിലുണ്ട്. പിന്നെ നമ്മൾ ജേക്സ് ബിജോയിന്റെ ഒരു ഇന്റർവ്യൂ റീസെന്റ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ലാലേട്ടന്റെ പെർഫോമൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ലാലേട്ടന്റെ പെർഫോമൻസിൽ ഈ റീസെന്റ് ടൈമിലൊക്കെ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് കിൽഡ് എന്നാ പറഞ്ഞത്. സോ അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. സോ ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് തുടർന്ന് പറഞ്ഞ സിനിമയിലുള്ള നമ്മളെ ചിന്തകൾ, നമ്മളെ പ്രതീക്ഷകൾ, അതാണ് ആ തുടർന്ന് പറഞ്ഞ സിനിമയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മളെ ഡയറക്ടർ തന്നെയാണ്. തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ തന്നെയാണ്. എനിക്ക് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടറുള്ള വിശ്വാസമാണ് ഏറ്റവും ആദ്യം. പിന്നെ ലാലേട്ടൻ എന്ന് പറഞ്ഞ ഒരു ആക്ടർ നമ്മൾ സാധാരണക്കാരനായിട്ട് കാണുന്നു. അതിൽ തന്നെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാനുള്ള കുറച്ച് അവസരങ്ങളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ട്രെയിലറിൽ ചെറിയൊരു ഗ്ലിംസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ സിനിമയിൽ എന്താണ് ഭയങ്കര സസ്പെൻസ് ആയിരിക്കും. സോ അത് നല്ലൊരു കാര്യമാണ്. എല്ലാ സസ്പെൻസ് അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ഇപ്പോഴും ഒന്നും അറിയില്ല. ട്രെയിലറും ഇറങ്ങി, ഇനി സിനിമ കാണുമ്പോൾ മാത്രമേ എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. സോ ആ ഒരു സംഭവം അങ്ങനെ തന്നെ നിൽക്കും. സോ ലാലേട്ടൻ നല്ലൊരു പെർഫോമൻസ് കാണാൻ, ഒരു സാധാരണക്കാരനായ ലാലേട്ടനെ കാണാൻ കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു പെർഫോമൻസും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 25-ാം തീയതി വെയിറ്റ് ചെയ്യാം. സോ എമ്പുരാന് ശേഷം വരുന്ന വലിയൊരു ഹിറ്റായ എമ്പുരാന് ശേഷം വരുന്ന നെക്സ്റ്റ്. സോ ഈ വർഷം ലാലേട്ടൻ എടുക്കും നമ്മൾ മുന്നേ പറഞ്ഞതാണ്. സോ അങ്ങനെ തന്നെ ആവട്ടെ. തുടരും ഒരു ദൃശ്യം കൈൻഡ് ഓഫ് മൂവി തന്നെ ആവട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.